നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 മെയ് മാസത്തിലെ മൂലനക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഊർജവുമുണ്ട്. മൂലനക്ഷത്രവും 27ാമത്തെ നക്ഷത്രങ്ങളിൽ 19ാമത്തേതാണ്. വേര് അല്ലെങ്കിൽ അടിസ്ഥാനം എന്നാണ് ഈ വാക്കിനർത്ഥം. ഇത് എല്ലാത്തിൻ്റെയും അടിത്തറയെയും ഏതൊരു വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് കൂട്ടിക്കെട്ടിയ വേരുകൾ, സിംഹത്തിൻ്റെ വാൽ, ആനയുടെ തോട്ടി എന്നിവയാണ്. വേരുകൾ ഭൂമിക്കടിയിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ മൂലനക്ഷത്രക്കാർക്ക് ശക്തമായ ആന്തരിക ശക്തിയും സ്ഥിരതയും ഉണ്ടാകും. സിംഹത്തിൻ്റെ വാൽ ധൈര്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പ്രതീകമാണ്. ഇത് ഈ നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ നേതൃഗുണങ്ങൾ നൽകുന്നു. ആനയുടെ തോട്ടി പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. കേതു ആത്മീയ വിമോചനത്തെയും ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നുള്ള വേർപിരിയലിനെയും പെട്ടെന്നുള്ള മാർഗങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനാൽ മൂലനക്ഷത്രക്കാർക്ക് ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുണ്ടാകാം. നാശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ദേവതയായ നിര്യതിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. നിര്യാതിയുടെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങളെയും വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നൽകുന്നുണ്ട്. മൂലനക്ഷത്രത്തിൻ്റെ സ്വഭാവം തീക്ഷ്ണവും ദാരുണവുമാണ്. ഇത് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യത്തെയും പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രം ധനുരാശിയിൽ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു. വ്യാഴമാണ് ധനുരാശിയുടെ അധിപൻ. ഇത് മൂലനക്ഷത്രക്കാർക്ക് തത്വചിന്താപരമായ ചിന്താഗതിയും ഉയർന്ന മൂല്യങ്ങളും നൽകുന്നുണ്ട്. 2025 മെയ് മാസം ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ സമയം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. വ്യാഴം, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഈ മാസത്തിലുമാണ് സംഭവിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ സംക്രമണം എല്ലാ നക്ഷത്രക്കാരെയും പോലെ മൂലനക്ഷത്രക്കാരെയും കാര്യമായി സ്വാധീനിക്കാനും ഇടയുണ്ട്. പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള രാശിമാറ്റം, രാഹു കേതുവിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുപ്രധാനമായ സ്വാധീനവും ചെലുത്തുന്നു. 2025 മെയ് മാസത്തിലെ മൂലനക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ വീഡിയോയിൽ തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഓരോ ആഴ്ചകളിലെയും വിശകലനം, ദോഷപരിഹാരങ്ങളും ഈ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ മെയ് 15-ന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കും. ഈ മാറ്റം വ്യക്തിയുടെ ജീവിതത്തിലെ ഊർജ്ജത്തിലും പ്രവർത്തനങ്ങളിലും പ്രകടമായ വ്യത്യാസങ്ങൾ വരുത്തും. ബുധൻ ഈ മാസം 2 തവണ രാശി മാറുന്നുണ്ട്. മെയ് 7-ന് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്കും തുടർന്ന് മെയ് 23-ന് മേടൻ രാശിയിൽ നിന്ന് ഇടവത്തിലേക്കും ബുധൻ മാറും. ഇത് ആശയവിനിമയത്തിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ശുക്രൻ മെയ് 31-ന് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് പ്രണയം, സൗന്ദര്യം, ഭൗതിക സുഖങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ചൊവ്വ ഈ മാസം മുഴുവൻ കർക്കിടകൻ രാശിയിലായിരിക്കും. ഇത് വ്യക്തികളിൽ ഊർജ്ജസ്വലതയും ചില സമയങ്ങളിൽ ദേഷ്യം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നാണ്. വ്യാഴം 14-ന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് മൂലനക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും വികാസത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തുറക്കും. ശനി ഈ മാസം മുഴുവൻ മീനൻ രാശിയിൽ തുടരും. ഇത് കഠിനാധ്വാനത്തെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു. രാഹുവും കേതുവും മെയ് 18-ന് രാശി മാറുന്നു. രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും മാറും. ഈ മാറ്റങ്ങൾ മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകാനും അനുഭവിക്കാനും സാധ്യതയുണ്ട്. മൂലനക്ഷത്രക്കാർക്ക് 2025 മെയ് മാസത്തിലെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തൊഴിൽപരമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ സമയം കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയവും പരിശ്രമവും ആവശ്യമായി വരും. ജോലിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം നേടാൻ സഹായിക്കും. മാസമധ്യത്തിൽ, അതായത് മെയ് 14-ന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് മൂലം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ പുതിയ അവസരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആശയവിനിമയ രംഗത്തും ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഈ സമയം അവസരം ലഭിക്കും. അതനുസരിച്ച് വിദേശത്ത് തൊഴിൽ തേടുന്ന മൂലനക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണകരമാകും. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഫലം കാണാനും പുതിയ ജോലി ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. മാസത്തിൻ്റെ അവസാനത്തിൽ മെയ് 18-ന് രാഹുവും കേതുവും രാശി മാറുന്നത് തൊഴിൽപരമായ ചില അനിശ്ചിതത്വങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധയും വിവേകവും പാലിക്കേണ്ടതും പ്രധാനവുമാണെങ്കിലും
നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഈ സമയം നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കാനിടയുണ്ട്. ഈ സമയം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലനക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. പൊതുരംഗത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മതിപ്പ് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാർ സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും കാണിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുകയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുകയും ചെയ്യുക. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ വരുമാനവും ചിലവും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും. അതിനാൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും. മാസത്തിൻ്റെ മധ്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടത്തിന് സാധ്യത നൽകുന്നു. ഈ സമയം പുതിയ നിക്ഷേപങ്ങൾ നടത്താനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുമുള്ള അവസരം ലഭിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കും. വിദേശത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായ സമയമാണിത്. മാസത്തിൻ്റെ അവസാനത്തിൽ മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയും വിവേകവും പാലിക്കേണ്ടതാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ്. ആരോഗ്യം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ചിട്ടയായ ജീവിതശൈലിയും പിന്തുടരുന്നത് ഈ സമയം വളരെ പ്രധാനമാണ്. ഈ നക്ഷത്രക്കാർക്ക് 27, 31, 44, 48, 56, 60 വയസ്സുകളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. ഈ പ്രായത്തിലുള്ളവർ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യവുമാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതുവെ നല്ല ഫലങ്ങൾ നൽകും. ഈ സമയം നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. മാസത്തിൻ്റെ അവസാനത്തിൽ മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചില മാറ്റങ്ങൾ വരുത്താം. ഈ സമയം മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനും ശരിയായ വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. യോഗയും ധ്യാനവും പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ സമയം അലർജി സംബന്ധമായ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. കുടുംബപരമായി നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കിടാൻ അവസരം ലഭിക്കും. ഈ സമയം ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ചെറിയ പ്രശ്നങ്ങളെ അവഗണിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുക. മാസമധ്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നൽകാനിടയുണ്ട്. ഈ സമയം പുതിയ അംഗങ്ങൾ വരാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. സംയമനത്തോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മാസാവസാനത്തിൽ മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ സമയം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കാനും ശ്രമിക്കേണ്ടതാണ്. പ്രണയം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാർക്ക് അവരുടെ പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. പങ്കാളിയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ചെറിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതും നല്ലതായിരിക്കും. മാസമധ്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാർക്ക് അവരുടെ പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവ് നൽകാനും സാധ്യതയുണ്ട്. അവിവാഹിതരായവർക്ക് ഈ സമയം നല്ല ആലോചനകൾ വരാനും വിവാഹം നടക്കാനും സാധ്യത കാണിക്കുന്നുണ്ട്. മാസത്തിൻ്റെ അവസാനത്തിൽ മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നത് പ്രണയബന്ധങ്ങൾ ചില വെല്ലുവിളികൾ ഉയർത്തും. ഈ സമയം തെറ്റിദ്ധാരണകൾ വരാനും ചെറിയ വഴക്കുകൾ ഉണ്ടാകാനും ഇടയുണ്ട്. പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്തുക. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസപരമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂലനക്ഷത്രക്കാരായ വിദ്യാർത്ഥികളിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ചെലുത്തേണ്ടത് ആവശ്യവുമാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് നിർണായക സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ പ്രയോജനകരമാകും. കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കുകയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. മാസമധ്യത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലനക്ഷത്രക്കാരായ വിദ്യാർത്ഥികളിൽ പുതിയ പഠന മേഖലകൾ കണ്ടെത്താനും ഉപരിപഠനത്തിന് ശ്രമിക്കാനും അനുകൂല സമയമാണ്. ഇഷ്ടമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ കോഴ്സുകൾക്കായി ശ്രമിക്കുകയും ചെയ്യുക. മാസാവസാനത്തിൽ മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും. ശ്രദ്ധയും ഏകാഗ്രതയും കുറയാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ പരിശ്രമത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. ആഴ്ച തിരിച്ച് നോക്കുമ്പോൾ മെയ് 1 മുതൽ 7 വരെ പ്രധാന ജ്യോതിഷ സംഭവം ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്നു എന്നതാണ്. മൂലനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തൊഴിൽപരമായി കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായ സമയമാണ്. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്.
അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങൾ സന്തോഷം പങ്കിടാൻ സമയം കണ്ടെത്തുക. ചെറിയ യാത്രകൾ പോകുന്നത് സന്തോഷം നൽകും. പ്രണയബന്ധങ്ങൾ സൗന്ദര്യവും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ ആഴ്ച മെയ് 8 മുതൽ 14 വരെ. ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവം വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു എന്നതാണ്. മൂലനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ പൊതുവെ നല്ലതായിരിക്കും. മാനസിക സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. മൂന്നാമത്തെ ആഴ്ച മെയ് 15 മുതൽ മെയ് 21. ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ: സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. രാഹു കേതു രാശി മാറുന്നു. മൂലനക്ഷത്രക്കാർ തൊഴിൽപരമായി ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പാലിക്കുക. വലിയ നിക്ഷേപങ്ങൾ ഈ സമയം ഒഴിവാക്കി നിർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക. ശരിയായ വിശ്രമം എടുക്കുക. കുടുംബ ബന്ധങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടാകും. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാലാമത്തെ ആഴ്ച 22 മുതൽ മെയ് 31 വരെയുള്ള സമയത്ത് പ്രധാന ജ്യോതിഷ സംഭവം: ബുധൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ മേടൻ രാശിയിലേക്ക് മാറുന്നു. മൂലനക്ഷത്രക്കാർക്ക് ഈ സമയം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമാണ്. ഊർജ്ജസ്വലരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കിടാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവസരം ലഭിക്കും. ഒരുമിച്ച് വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിർത്താൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ മൂലനക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന പൊതുവായ ദോഷപരിഹാരങ്ങൾ: നിര്യതി ദേവതയെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ നടത്തുക. കേതുവിനായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുക. കേതു മന്ത്രങ്ങൾ ജപിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ഗണപതിയെ ആരാധിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഗണപതിക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ കഴിക്കുകയും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. കാളിദേവിയെയും രുദ്രനെയും ആരാധിക്കുന്നത് ഗുണകരമാണ്. ദുർഗാക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുക. കറുപ്പ്, സ്വർണം, ചുവപ്പ് നിറങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഈ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുക. 2025 മെയ് മാസത്തിൽ മൂലനക്ഷത്രക്കാർക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ചെയ്യാവുന്നതുമായ പരിഹാരങ്ങൾ: വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. വിഷ്ണുവിന് പ്രിയപ്പെട്ട വഴിപാടുകൾ കഴിക്കുക. രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. രാഹു കേതു മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ദിവസവും മലയാള ജാതകം വായിക്കുകയും അതിലെ പരിഹാരങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. 2025 മെയ് മാസം മൂലനക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നൊരു സമയമാണ്. മാസങ്ങളുടെ ഗ്രഹസ്ഥാനങ്ങൾ തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നിവ സ്വാധീനിക്കും. ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു വഴികാട്ടിയായി ഉപയോഗിക്കുകയോ കൂടുതൽ വ്യക്തിഗതമായ വിശകലനത്തിനോ ഉപദേശത്തിനോ ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ സഹായം തേടുന്നത് ഉചിതമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങളും വരും.